നമസ്കാരം USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഗവൺമെന്റ് $670 മില്യൺ വില വരുന്ന C-17 വിമാനങ്ങൾക്ക് ആവശ്യമായ പാർട്സുകൾ ഇന്ത്യക്ക് വിൽക്കുവാനുള്ള അനുവാദം നൽകി. എന്നാൽ ഇതേ സമയം തന്നെ പാകിസ്ഥാന്റെ F-16 യുദ്ധ വിമാനങ്ങൾക്ക് ആവശ്യമായ $125 മില്യൺ സാമഗ്രികളും നൽകുവാനുള്ള അംഗീകാരം US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി നൽകുകയുണ്ടായി. പാകിസ്ഥാനുമായുള്ള സഹായങ്ങളും സഹകരണങ്ങളും നിർത്തിവെച്ചിരുന്ന അമേരിക്ക കഴിഞ്ഞ മാസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിന് ശേഷമാണ് തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അമേരിക്കൻ റഷ്യൻ ശീത യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളിലും ഒപ്പുവെച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറി. റഷ്യ ഉടമ്പടി ലംഘിച്ച് പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും അവ യൂറോപ്പിൽ വിന്യസിപ്പിക്കുകയും ചെയ്തതോടെയാണ് അമേരിക്ക ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. മാത്രമല്ല, ചൈനയും ഇത്തരം ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിച്ച് തുടങ്ങിയതോടെ കരാറിന്റെ സാധ്യത ഇല്ലാതായി എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. അമേരിക്ക ഉടൻ തന്നെ പുതിയ മിസൈലുകളുടെ പരീക്ഷണം ആരംഭിക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ചു. 1987 അമേരിക്കയും റഷ്യയും INF ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും 2692 ന്യൂക്ലിയർ മിസൈലുകൾ നിർവീര്യം ആക്കുകയും ചെയ്തത്. പ്രസിഡന്റ് ട്രംപിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നീക്കത്തിന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ US ഹൌസിലെ 50% കോൺഗ്രസ് അംഗങ്ങളും അനുകൂലിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിനെ എതിർക്കുന്ന സ്പീക്കർ നാൻസി പെലോസി ഭൂരിപക്ഷ കോൺഗ്രസ് അംഗങ്ങളും അംഗീകരിച്ചാലും ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നുള്ള ആവശ്യത്തിന് അനുവാദം നൽകുമെന്ന് സൂചന നൽകിയിട്ടില്ല. സ്പെഷ്യൽ കൗൺസിൽ റോബർട്ട് മുള്ളർ കോൺഗ്രസിൽ നൽകിയ തെളിവ് ട്രംപ് മനഃപൂർവ്വം നീതി തടസ്സം ചെയ്യുന്നു എന്ന് തെളിയിക്കുന്നു എന്നതാണ് ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്ന കോൺഗ്രസ് അംഗങ്ങൾ വാദിക്കുന്നത്. എന്നാൽ അമേരിക്കൻ സാമ്പത്തികം ശക്തമായി തുടരുകയും തൊഴിലില്ലായ്മ കുറവായി തുടരുന്നിടത്തോളം കാലം ട്രംപിനെതിരെ നീങ്ങാൻ ഡെമോക്രാറ്റിക് നേതൃത്വത്തിന് ഇപ്പോൾ താൽപര്യം കുറവാണ്. ചൈനയ്ക്കെതിരെയുള്ള വ്യാപാര യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതി വീണ്ടും ചുമത്തി. സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ നികുതി ഇനത്തിൽ $300 ബില്യൺ വർധനവാണ് ഉണ്ടാകുന്നത്. മുൻപ് ഇരു ഗവൺമെന്റുകളും തമ്മിലുള്ള ധാരണ പ്രകാരം ചൈന അമേരിക്കയിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന വാഗ്ദാനം പാലിക്കാതെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ കാരണം. എന്നാൽ ഇരു രാജ്യങ്ങളും സെപ്റ്റംബറിൽ വീണ്ടും ചർച്ചയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. കാനഡയിൽ നിന്ന് വില കുറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ മരുന്ന് ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് അനുമതി നൽകുന്നു. രാജ്യത്ത് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുതിച്ച് ഉയർന്നതോടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഔഷധ മരുന്നുകളുടെ വില നിയന്ത്രണം നടപ്പാക്കുമെന്നത്. എന്നാൽ പ്രസിഡന്റ് പദവിയിൽ വന്നതിന് ശേഷവും അമേരിക്കയിലെ ശക്തമായ മരുന്ന് കമ്പനികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ആദ്യമായി വിദേശ രാജ്യത്തു നിന്ന് ഔഷധ മരുന്നുകൾ രോഗികൾക്ക് വാങ്ങുവാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഇലക്ഷനുകളിൽ പ്രചാരണത്തിനായി വൻ സഹായങ്ങൾ നൽകി വരുന്ന മരുന്ന് കമ്പനികളുടെ എതിർപ്പും കേസുകളും ഡ്രഗ് റെഗുലേഷൻ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം മറികടന്നാൽ മാത്രമേ ഈ തീരുമാനം നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യവാസ യോഗ്യമായ ഗ്രഹങ്ങളുള്ള സൗരയൂഥം നാസയും രാജ്യാന്തര ശാസ്ത്രജ്ഞന്മാരും അടങ്ങിയ സംഘം കണ്ടെത്തി. ഗ്രഹങ്ങളെ കണ്ടെത്താൻ നാസ വിക്ഷേപിച്ച GJ-357 എന്ന ഉപഗ്രഹമാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. കഴിഞ്ഞ ഏപ്രിലിൽ SpaceX ഫാൽക്കൺ റോക്കറ്റിലാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇപ്പോൾ കണ്ടെത്തിയ ഗ്രഹത്തിന് ജലം സംഭരിച്ചു വയ്ക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. അമേരിക്കയിലെ 2019-2020 മികച്ച ഹോസ്പിറ്റലായി മയോ ക്ലിനിക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം സ്ഥാനം ബോസ്റ്റണിലെ മാസച്യൂസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിനും 3ാം സ്ഥാനം ബാൾട്ടിമോറിലെ ജോൺ ഹോപ്കിൻസിനുമാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷവും മയോ ക്ലിനിക് റോച്ചസ്റ്റർ തന്നെയായിരുന്നു 1ാം സ്ഥാനം നേടിയത്. കൊതുകുകളിലൂടെ തലച്ചോറിനെ മാരകമായി ബാധിക്കുന്ന രോഗം ഫ്ലോറിഡയിലെ ഓറഞ്ച് കൗണ്ടിയിലെ കോഴികളിൽ കണ്ടെത്തിയതായി ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
കൊതുകുകളിലൂടെ പകരുന്ന ഈ രോഗം തലച്ചോറിൽ രോഗബാധയുണ്ടാക്കുകയും തലച്ചോറിന് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അമേരിക്കയിൽ ഇതേവരെ 7 പേരിലാണ് ഈ രോഗം കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എൻകഫലൈറ്റിസ് രോഗം ബാധിച്ചവരിൽ 3-ൽ ഒരാൾ മരണമടയുമെന്നും രോഗം ബാധിച്ചവരിൽ നീണ്ടകാലം തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾ നിലനിൽക്കുമെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയിലെ മിഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തപ്പെടുന്ന ടോപ്പ് യങ് സയന്റിസ്റ്റ് മത്സരത്തിന്റെ അവസാന റൗണ്ടിൽ 10 മത്സരാർത്ഥികളിൽ 6 ഇന്ത്യൻ വംശജരായ കുട്ടികൾ ഇടം നേടി. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് $25,000 സമ്മാനം ലഭിക്കുന്നതാണ്. ജയ ചൌധരി, രേഷ്മ രാജു, നിഷാന്ത് ലഹാരി, കമീല ശർമ്മ, സിമിയാക് ശ്രീമാലി, ഫറസ് തബാലി എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബർ 28-29 തീയതികളിലാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത്. ന്യൂജേഴ്സിയിലെ യൂണിയൻ വെൽഫെയർ ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ് സംഘടനയെ കബളിപ്പിച്ച് മില്യൺ കണക്കിന് ഡോളർ തട്ടിയെടുത്ത IT കൺസൾട്ടിംഗ് കമ്പനി ഉടമയും ഇന്ത്യൻ വംശജനുമായ ശിവാനന്ദ് മഹാരാജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2009-2015 കാലയളവിൽ സംഘടനയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ചെയ്യാത്ത ജോലികൾക്ക് വ്യാജരേഖകൾ നൽകി പണം തട്ടിയെടുക്കുകയായിരുന്നു. ഡിസംബറിൽ ഇയാളുടെ ശിക്ഷ കോടതി തീരുമാനിക്കുന്നതാണ്. ഈ കേസിൽ ഇയാൾക്ക് 20 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്. ഇയാളുടെ കൂട്ടാളി എൻറിക്കോ റുബാനോ കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. ഫിലാഡൽഫിയ പത്തനംതിട്ട അസോസിയേഷന്റെ വാർഷിക കുടുംബ സംഗമം ബെൻസലേം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രസിഡന്റ് യോഹന്നാൻ ശങ്കരത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജു വർഗീസ് സദസ്സിനെ സ്വാഗതം ചെയ്തു. വെരി റവറൻ കെ മത്തായി കോറപ്പിസ്കോപ്പ, റവറൻ ഫാദർ KK ജോൺ, രാജു വർഗീസ്, VV വർക്കി, ഐപ്പ് മാരേട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു. നമ്മളെല്ലാവരും ക്ഷണിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ ഗസ്റ്റ് എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. കേരളത്തിന്റെ ഉത്സവമാണ് ഓണം. എന്നാൽ ഇന്നത് പ്രവാസിയുടെ ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഓണം എന്ന് പറയുന്നത് ഇന്ന് വിപണി കീഴടക്കിയിരിക്കുന്ന അസോസിയേഷന് നമുക്ക് 1000 മെമ്പേഴ്സിനെ കൂടാനുള്ള ഒരു സംഘടന ഒരു പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒന്നുകൂടി വളരേണ്ടിയിരിക്കുന്നു. ഇത് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള ആൾക്കാർ മുന്നോട്ട് വരിക. നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹോദരങ്ങളും ഈ പള്ളിയിലുള്ള ആൾക്കാരുമാണ്. പക്ഷെങ്കിൽ പത്തനംതിട്ടക്കാരായിട്ടുള്ള ആൾക്കാരും സമീപത്തിൽ നിന്ന് വന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഹൃദയത്തിന്റെ ഭാഷകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. നമ്മൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ജനിച്ച വ്യക്തികളായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു പേരുണ്ട്, പത്തനംതിട്ടക്കാരൻ എന്നുള്ളത്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അനേകരെയും നാട്ടിലുള്ള അനേകരെയും അവരുടെ പ്രയാസത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു എന്നുള്ളത് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാരവാഹികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ കെട്ടുപണിയിൽ നാം ആയിരിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഓണം എന്നുള്ളതായ ഈ ഉത്സവത്തിൽ കൂടി നാം ചിന്തിക്കുന്നത്. യൂണിറ്റിയുടെ വശങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ നമ്മളെല്ലാവരും ഒരു സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയിൽ ഒന്നിച്ചു പോകാൻ ഏറ്റവും പറ്റിയ ഒരു അവസരമാണ് ഓണത്തിൻ്റെ ആഘോഷം. എല്ലാവർക്കും ഓണാശംസ. ഇന്നിപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ച് ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ബിക്കം എ ടൂറിസ്റ്റ്. അതോടൊപ്പം തന്നെ അങ്ങനെ അവിടെ വളരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്തനംതിട്ടയും വളരേണ്ട ഒരാവശ്യമുണ്ട്. കാരണം നമുക്ക് വളരെയേറെ മെമ്പേഴ്സ് പത്തനംതിട്ട വസിച്ചവരായ പലരും ഇന്നിവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയ KK നായർ. അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റ് നമുക്ക് അവിടെ കിട്ടുവാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 1-2 വാക്കുകൾ പറയും. പത്തനംതിട്ട ഡിസ്ട്രിക്ട് അസോസിയേഷന്റെ ഇന്നത്തെ കുടുംബ സംഗമത്തിലും ഓണാഘോഷ പരിപാടിയിലും വന്ന് സംബന്ധിച്ച നിങ്ങൾ എല്ലാവരോടും സംഘടനയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു.
ഡാലസ് സന്ദർശിച്ച ശ്രീ സി ദിവാകരൻ MLAക്ക് ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററിന്റെയും കേരള അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് റോയ് കൊടുവത്ത് സ്വാഗതവും സെക്രട്ടറി ഡാനിയൽ കുന്നത്ത് നന്ദിയും പറഞ്ഞു. ഈ സായാഹ്നത്തിൽ വളരെ തിരക്കുണ്ടായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ കേരള അസോസിയേഷന്റെ പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഏതോ ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണ് നമ്മളെല്ലാം. എങ്ങോട്ടാണ് പോകണമെന്ന് ഒരു പിടിയില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വന്ന് പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ട്. നാടിനെയും നാട്ടിൽ നിന്ന് വരുന്നവരെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു നിലപാടാണ്. നാട്ടുകാരെന്ന് പറയുന്നതിന് ജാതിയില്ല, മതമില്ല, വിശ്വാസങ്ങള്. നാട്ടുകാരെന്നുള്ളൊരു സംസ്കാരം വേറെ. ജന്മനാട്ടിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ല, ഞാൻ ഇവിടുത്തെ കാര്യം പറയല്ല. നമ്മുടെ ഇന്ത്യയില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നിലവാരം ഇന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ ഒരുപാട് ആക്ഷേപിക്കാറുണ്ട് ആളുകളെയൊക്കെ. ഞാൻ നിങ്ങളല്ല. പണമാണ് മനുഷ്യനെ വിലക്കെടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇലക്ഷനും ഈവന്റ് മാനേജ്മെന്റിന്റെ തെരഞ്ഞെടുപ്പ് രംഗം, ജനാധിപത്യ രംഗം ഇന്ന് കുറച്ച് അപകടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അത് ഒരു കോർപ്പറേറ്റ് മാനേജർ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട 520 MP-മാരിൽ 340 ആളുകൾ ശതകോടീശ്വരന്മാരാണ്. അവിടെ എന്താണ് പാവപ്പെട്ടവന്റെ വല്ല കാര്യവും ചർച്ച ചെയ്യാൻ പറ്റും? എന്തെങ്കിലും വല്ലതും വരുന്ന ബില്ലുകളൊക്കെ ഏതെങ്കിലും സമൂഹത്തിന് മതത്തിനെതിരായിട്ടുള്ള ബില്ലുകളും അതൊക്കെയാണ് വരുന്നതെല്ലാം. ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ കോൺട്രവേഴ്സ്യൽ ബില്ലുകളും അതായിരുന്നു. ഇതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു അപകടമെന്ന് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നു. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നൊന്നും ധരിക്കരുത്. അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കാണ് പൊതുരംഗ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നത്. അത് നിങ്ങളും നമ്മുടെ നാടും നമ്മുടെ സമൂഹവും നമ്മുടെ ജനങ്ങളും ദുഃഖം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു വഴിയുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. ഇനിയും നിങ്ങളെ കാണേണ്ടി വന്നാൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. It is a moral and ethical teaching of all human societies, everywhere, at all times, that we should be thankful and grateful for the help we receive from others. All religions teach us that we should be grateful to God for all the blessings we receive in this life. Now, 2 research studies from 2 major medical institutions in America, University of California and University of Harvard, showed that an attitude of gratitude or thankfulness in life is good for our health also.
Many leading experts agree that when we practice gratitude, it will have a lasting effect on our physical and mental health. Studies from these major institutions have shown thankfulness can lower our blood pressure and improve our immune functions. Gratitude reduces the lifetime risk of depression, anxiety, and substance abuse disorders. It also can be an important factor in preventing suicides. Practicing gratitude can affect our behavior positively. Grateful people engage in more exercise and have better dietary control and stick to the advice of their doctors. Living in the past, thinking always of the misfortunes we went through in life can make us depressed and our life miserable. Thinking always about the tomorrows and worrying about the future can make us suffer from anxiety. But gratitude makes us live happily in the present moment. Then we will value and appreciate our friends. We will become more thankful for the gifts and opportunities we have in life now. Then our mind will be happy with the things we already have and worry less about the things we do not have. One of the interesting things these researchers found was mind will also positively affect our body's biochemistry. Researchers showed that gratitude is associated with higher levels of good HDL cholesterol, lower levels of bad LDL cholesterol. Gratitude lowers the level of creatinine in the blood, which is an indicator of kidneys' health. It also lowers C-reactive protein in the blood, a marker of inflammation inside the blood vessel, causing heart attacks and stroke. Gratitude blocks toxic emotions like resentment and anger, which can destroy our happiness. It is not possible for somebody to be grateful and angry at the same time. Successful gratitude practice starts with recognizing what we are thankful for and to whom we are thankful, and acknowledging it and appreciating it. Experts in the field in this field recommend that writing down a list of gratitudes daily in a book will help us to remember it and benefit us. It is also recommended to set some time aside every day to recall moments of gratitude associated with ordinary, simple things in our life. Research has shown that some important scientific facts about gratitude. Keeping a gratitude diary and writing down the things for which they are grateful for 2 weeks resulted in 28% reduction in stress and 16% reduction in depression in a randomly selected group of physicians who agreed for this study. Grateful people had 23% less cortisol, stress hormone level. 2 gratitude studies, one counting our blessing daily and writing a gratitude letter to ourselves, not sending it, reduced depression by 41% over a 6-month period in a large group of depressed patients. Daily gratitude practice can reduce neurodegeneration in the brain in older people that causes memory loss and Alzheimer's disease. Older adults, when given a neuropeptide hormone called oxytocin, which is possibly related to better social behavior, love, affection, and romance, showed 12% increase in gratitude compared to those given placebo only. In diabetic patients who practice gratitude had a 13% lower hemoglobin A1C, which is the marker of the glucose control level. Gratitude resulted improved sleep in 76% of the people suffering from insomnia. Soon after my residency, I started working
in a VA hospital near Chicago. VA hospital treats sick and wounded US military men and women after they leave the military. This was a big hospital with a large number of inpatients and hundreds of outpatients. Most of them were former soldiers in the Vietnam War. Otherwise, many of them lost their hands, legs, eyes, and a few of them are paralyzed and severely disfigured. In the outpatient clinic I used to work, I used to treat a man who lost his right arm and right eye in the Vietnam War. But I found he was the happiest man, happiest patient in the hospital. He was always thanking me and the nurses and was very grateful for the services given to him. One day I asked him the reason for his happiness in spite of his difficulties he was going through. He showed me a diary and he told me that he writes in that diary every day the reasons for him to be happy and grateful for that particular day. I took a look for a few minutes in his diary for a few days, and the notation I read was ever etched in my memory, what he wrote. Some of the writings went like this. Today morning I got out of the bed and walked to the door in my 2 strong legs. But it could have been otherwise. I know many of my companions lose both legs and they cannot walk. Today morning I ate cereal and milk and a very tasty banana with my remaining left hand. It could have been otherwise. I lost only one hand, but few of the people in the war, my colleagues, lost both their hands. Today morning I got out of my house and watched the beautiful sunrise and the colorful plants and flowers around. It could have been otherwise. I could have lost my both eyes, then I could have seen nothing. At noon, my son came to visit me with 2 of my grandchildren. It could have been otherwise because there are many who have no one to visit them. Yesterday, I slept in a room with the pictures of my family on the wall and a roof over my head. It could have been otherwise because there are many homeless people in the world. Today, I am standing above the ground, but many hundreds, thousands who went with me to the Vietnam War are not standing. They are beneath the ground. I know I also will be under the ground one day, but till that day, I will be grateful to my Creator and fellow human beings. After reading, I thought, yes, these were the most powerful lessons that patient taught me on that day, which I did not learn in any of the medical syllabuses in the medical colleges where I learned. This is Dr. I.P. Thomas from Chicago. We'll see you again next week at the same time. USA Weekly News പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.